Hi students, in this video we are going to discuss the next topic on module 3, that is exception handling. Okay, so as we all know, what is an exception? Exception means it is an unexpected error condition that may occurs during runtime of a program. Okay, so exception means it is a special unaccepted error condition that occurs during the runtime of a programmer. Okay, these exceptions can be either built-in exceptions or it can be some explicit exceptions. Okay, so built-in exceptions may be automatically detected by the language which is implemented during the language implementation time. But some exceptions are to be explicitly raised, that is the user defined exceptions are called explicit exceptions. Okay, so such exceptions are handled by exception handlers to recover from error condition. Exception handlers are user defined program fragments that are executed when an exception is raised. സോ എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സിറ്റുവേഷൻ റൈസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ദിസ് എക്സെപ്ഷൻ ക്യാൻ ബി ഐദർ ബിൽഡ് ഇൻ, it can be either built-in or it is explicitly declared. Built-in exceptions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സെപ്ഷൻസ് വരുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതങ്ങ് റിക്കവർ ചെയ്ത് പോകും. നമ്മൾ യൂസറായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല. ഓക്കെ, സോ അതാണ് ബിൽഡ്-ഇൻ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ബിൽഡ്-ഇൻ എക്സെപ്ഷൻസ് മേ ബി ഡിറ്റക്റ്റഡ് ഓട്ടോമാറ്റിക്കലി ബൈ ദ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ ടൈം. എന്നുവെച്ചാൽ നമ്മൾ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ കുറച്ച് എക്സെപ്ഷൻസൊക്കെ ഓൾറെഡി നമ്മുടെ ലാംഗ്വേജിൽ തന്നെ പ്രീ ഡിഫൈൻഡ് അല്ലെങ്കിൽ ബിൽഡ്-ഇൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്ന എറേഴ്സ് വരികയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അതാണ് ബിൽഡ്-ഇൻ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അങ്ങനത്തെ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യില്ല, ലാംഗ്വേജ് ഇറ്റ് സെൽഫ് വിൽ റിക്കവർ ഫ്രം ദി errors. Okay, but some exceptions are has to be explicitly raised. പക്ഷേ ചില എക്സെപ്ഷൻസ് അല്ലെങ്കിൽ ചില ടൈപ്പ് ഓഫ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു മാനുവലി റൈറ്റ് കോഡ്സ് ടു റിക്കവർ ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ എറേഴ്സ്. അങ്ങനത്തെ എക്സെപ്ഷൻസിനാണ് എന്തെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് എക്സെപ്ഷൻസ്. ഓക്കെ, so the exceptions are handled by exception handlers to recover from error conditions. Okay, some exceptions can be explicitly raised. Such exceptions has to be handled by means of exception handlers to recover from error conditions. Exception handlers are user defined program fragments that are executed when an exception is raised. സോ എക്സെപ്ഷൻ ഹാൻഡിലർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം. അതെപ്പോഴാണ് നമ്മൾ റൺ ചെയ്യുന്ന വെൻ ആൻ എക്സെപ്ഷൻ ഇസ് അറൈസ്ഡ്. ഓക്കെ, സോ ബിൽഡ്-ഇൻ എക്സെപ്ഷൻസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി റിക്കവേർഡ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ബട്ട് എക്സ്പ്ലിസിറ്റ് exceptions ആണെങ്കിൽ the user had to define a program or code to recover from such errors. Okay, what is an exception? Exception means it's a hardware detected runtime error or unusual condition detected by the software. Exception എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇറ്റ് ഈസ് എ ഹാർഡ്വെയർ ഡിറ്റക്റ്റഡ് എന്ന് വെച്ചാൽ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഹാർഡ്വെയർ ഡിറ്റക്റ്റ് ചെയ്ത് എന്തെങ്കിലും എറർ ആകാം, എന്ന് വെച്ചാൽ ഹാർഡ്വെയറുമായിട്ട് റിലേറ്റഡ് ആകാം. അതർവൈസ് ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ റിലേറ്റഡ്. ഓക്കെ, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ കണ്ടീഷനാകാം. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അരിത്തമെറ്റിക് ഓവർഫ്ലോ, എൻഡ് ഓഫ് ഫയൽ ഓൺ ഇൻപുട്ട്, റോങ് ടൈപ്പ് ഫോർ ഡാറ്റ ഇൻപുട്ട്, യൂസർ ഡിഫൈൻഡ് കണ്ടീഷൻസ്, ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ പറയുന്ന എക്സെപ്ഷൻസ്. ഏതൊക്കെയാണ്? അരിത്തമെറ്റിക് ഓവർഫ്ലോ, എൻഡ് ഓഫ് ഫയൽ, ദെൻ റോങ് ടൈപ്പ് ഫോർ input data. These are the main exceptions that may occurs. Now we are going to discuss how these exceptions are handled. So we have already discussed an exception can be defined as an unexpected or at least unusual condition that arises during program execution and that cannot be easily handled in the local context. Okay, it may be detected automatically by the language implementation or the program may arise it explicitly. Some exceptions can be automatically detected by the language, but some has to be explicitly raised. Exception handling mechanism address these issues by moving error, checking code out of line
allowing the normal case to be specified simply and arrange for control to branch to handler when appropriate. എന്താ ഈ പറയുന്നത് വെച്ചാൽ ആക്ച്വലി എറർ ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്ന് വെച്ചാൽ സാധാരണ ലൈൻ ഓഫ് കോഡ്, നമ്മുടെ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് കോഡിനെ നമ്മൾ ലൈൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാറി എന്ത് ചെയ്യും, ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സെപ്ഷനിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. സാധാരണ നോർമൽ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാതെ ഇറ്റ് വിൽ ബ്രാഞ്ചസ് ടു ദാറ്റ് പെർട്ടിക്കുലർ എക്സെപ്ഷൻ കോഡ്. എക്സെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കോഡ് കംപ്ലീറ്റ് റൺ ചെയ്തതിന് ശേഷം മാത്രം എറർ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സെപ്ഷൻ കോഡ് വർക്ക് ചെയ്യുന്നത്. ആ കംപ്ലീറ്റ് എക്സെപ്ഷൻ കോഡ് വർക്ക് ചെയ്ത് ആ എറർ മാറ്റിയതിന് ശേഷം ഇറ്റ് വിൽ കം ബാക്ക് ടു ദി കോഡ്. ഓക്കെ, what is an exception handler? Code executed when exception occurs may need a different handler for each type of exception. എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ്, ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഒരു എറർ വന്നു, ഓക്കെ, ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് നമ്മൾ എഴുതി കൊടുക്കും. എന്ന് വെച്ചാൽ ഇന്ന ടൈപ്പ് ഓഫ് എററാണ് വന്നതെങ്കിൽ ഇന്ന സ്റ്റെപ്സ് ചെയ്യണം. ഇനി അനദർ ടൈപ്പ് ഓഫ് എറർ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു സം അതർ കോഡ്സ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് എറർ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു എക്സിക്യൂട്ട് സം അതർ കോഡ്സ്. ഓക്കെ, സോ it is the duty of the exception handler to select the appropriate exception or the exception code that has to be executed. Okay, or exception rise ചെയ്ത് കഴിഞ്ഞാൽ it is up to the exception handler to select its corresponding to code. Okay, so the code executed when exception occurs may need a different handler for each type of exceptions. So what are the purpose of an exception handler? First purpose is recover from an exception to safely continue execution. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡ്ലറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സെപ്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റിക്കവർ ഫ്രം ഇറ്റ്. സെക്കൻഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഫുൾ റിക്കവറി ഈസ് നോട്ട് പോസിബിൾ, പ്രിൻറ്റ് എറർ മെസ്സേജ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ആ ഒരു എററിൽ നിന്നും റിക്കവർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇറ്റ് ഷുഡ് പ്രിൻറ്റ് എ എറർ മെസ്സേജ്. ഇനി തേർഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ എക്സെപ്ഷൻ കനോട്ട് ബി ഹാൻഡിൽഡ് ലോക്കലി, clean up local resource and rewrite the exception to propagate into another handler. Okay, that is the next one. If the exceptions cannot be handled locally, ലോക്കലായിട്ട് ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ഹോൾഡ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് റിസോഴ്സസിനെ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിനുശേഷം മറ്റേതെങ്കിലും ഹാൻഡിലറിന് എന്ത് ചെയ്യുക, ഈ ഒരു എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഓക്കെ, next we will look how different languages may provide this exception handling. The languages like Clue, Ada, Modular Tree, Python, PHP, Ruby, C++, Java, C# and ML all provide exception handling facilities in which handlers are lexically bounded to block of codes. Okay, but in the case of C++ or Lisp, all are പ്രോഗ്രാമർ ഡിഫൈൻഡ്. ഓക്കെ, C++ലും ലിസ്പിലും എന്താണ്, ഓൾ ദ എക്സെപ്ഷൻസ് ആർ പ്രോഗ്രാമർ ഡിഫൈൻഡ്. പ്രോഗ്രാമർ ആയിരിക്കും ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് PHP ലാംഗ്വേജ്, സെറ്റ് എറർ ഹാൻഡ്ലർ ക്യാൻ ബി യൂസ്ഡ് ടു ടേൺ semantic errors into ordinary exceptions. Okay, so in the case of PHP language we use this keyword, that is set error handler. Okay, എന്തിനു വേണ്ടിയിട്ടാണ്, to convert the semantic errors into ordinary exceptions. Then in the case of Ada, exception is a built-in type, and so you can easily make your own declaration MTQ. Okay, next, most language allow a throw or rise if to rise an exceptions. Now we may look into a code in C++, how an exception handling is done in C++. Okay, ജസ്റ്റ് നമ്മളൊന്ന് നോക്കുക. വി ഹാവ് എ കീവേഡ് ട്രൈക്കകത്ത് ഞാനൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഒക്കേഴ്സ്, നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ത്രോ ആൻ എക്സെപ്ഷൻ. ഇനി എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ജസ്റ്റ് എന്താണ്, ഒരു ഊപ്സ് മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് സംതിങ്, ഇപ്പം നമ്മൾ ട്രൈ വന്നു, ഇഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഓക്കേഴ്സ് എന്ന് വെച്ചാൽ എന്തോ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം, വി ഹാവ് ടു ത്രോ അവർ കൺട്രോൾ ടു ദിസ് ക്യാച്ച്.
ഈ ക്യാച്ചിലോട്ട് ത്രോ മൈ എക്സെപ്ഷൻ. ഈ മൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി താണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ, ക്യാച്ചിനകത്താണ് ഈ മൈ എക്സെപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ കൺട്രോൾ നേരെ ഇവിടെ വരും. ഇറ്റ് വിൽ പ്രിൻറ്റ് oops, സി ഔട്ട്. ഇവിടെ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമാണ് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. oops മീൻസ് വേണ്ട, ഇറ്റ് ഇസ് സം എറേഴ്സ്. So, if something unexpected occurs, this code will throw an exception. Okay, if something unexpected occurs, it will throw an exception. And a catch block will execute in place of the remainder of the try block. Okay, അപ്പം ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രൈയുടെ ബാക്കി എക്സിക്യൂട്ട് ചെയ്യില്ല. പകരം നേരെ കൺട്രോൾ എങ്ങോട്ട് വരും, കൺട്രോൾ ഗോസ് ടു ദിസ് ക്യാച്ച്. ഈ ക്യാച്ച് പോർഷനിലോട്ട് വന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, so that's all. If the exception is not handled in the, now we may have another ഇനി നമ്മൾ നോക്കുകയാണ്, ഇഫ് ദിസ് എക്സെപ്ഷൻസ് കനോട്ട് ബി. ഇപ്പം നമ്മളൊരു ഫംഗ്ഷനകത്ത് നിൽക്കുമ്പോഴാണ്, ഇഫ് എ ഫംഗ്ഷൻ ഒക്കേഴ്സ്, അല്ലെ സോറി, ഇഫ് എ എറർ ഒക്കേഴ്സ് വൈൽ വി ആർ ഇൻ എ ഫംഗ്ഷൻ ആൻഡ് വി കാൺട്ട് സോൾവ് ദാറ്റ് പെർട്ടിക്കുലർ എക്സെപ്ഷൻ, അല്ലെങ്കിൽ വി കാൺട്ട് സോൾവ് ദാറ്റ് പെർട്ടിക്കുലർ എറർ. ഇപ്പം ഞാൻ ഫംഗ്ഷനകത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫംഗ്ഷനകത്ത് നിന്നും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആ ഒരു എക്സെപ്ഷനെ സോൾവ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഐ വിൽ റിട്ടേൺ അബ്രപ്റ്റ്ലി ആൻഡ് വിൽ റീച്ച് ടു ദി പോയിൻ്റ് ഓഫ് കോൾ. ആ ഫംഗ്ഷനിൽ നിന്നും ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ ഗെറ്റ് എക്സിറ്റ്. ഫംഗ്ഷനിൽ നിന്നും എക്സിറ്റ് ആയിട്ട് ഫംഗ്ഷനെ ആരാണോ കോൾ ചെയ്തത് അവിടെ പോയി നിന്ന് എന്ത് ചെയ്യും, ഐ വിൽ ട്രൈ ടു ക്ലിയർ ദാറ്റ് എക്സെപ്ഷൻ. ഓക്കെ, if the exception is not handled in the calling routine, it continue to propagate back up the ഇനി അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കോൾഡ് ഫംഗ്ഷനകത്ത് നിന്നിട്ട് എനിക്ക് ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്തു, ബട്ട് ഐ കാൺട്ട് സോൾവ് ഇറ്റ്. ദെൻ എന്ത് ചെയ്യും, ഐ വിൽ ഗോ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. ഞാൻ കോളിംഗ് ഫംഗ്ഷനിലോട്ട് പോകും. ഇഫ് ആൻഡ് ഐ വിൽ ഡു ദ സെയിം പ്രൊസീജിയർ. അവിടെ ഞാൻ ഐ വിൽ ട്രൈ ടു ക്ലിയർ ഓർ ഐ വിൽ ട്രൈ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി എറർ ഇൻ ദ കോളിംഗ്. ആരാണോ കോൾ ചെയ്തത് അവിടെ നിന്ന് എന്ത് ചെയ്യും, ആ എററിനെ ഓവർകം ചെയ്യാൻ നോക്കും. ഇഫ് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ, ആ കോൾ ചെയ്ത കോളിംഗ് ആരാണോ കോൾ ചെയ്തത് അവിടെ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എററിനെ അല്ലെങ്കിൽ ആ എക്സെപ്ഷനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഐ വിൽ എഗെയിൻ ഗോ ബാക്ക് ടു ഇറ്റ്സ് പേരൻറ്റ്. അതിനെ ആരാണോ കോൾ ചെയ്തത്, ഞാൻ മെയിനാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ മെയിനിലോട്ട് പോകും. ഓക്കെ, if it is not handled in the program's main routine, then a predefined outermost handler is invoked and usually terminates the program. Okay, അപ്പം ആക്ച്വലി എന്താണ്, മെയിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ആ ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പം ആരാണോ കോൾ ചെയ്തത് അതിനെ കോളിംഗ് ഫംഗ്ഷൻ എന്ന് പറയും, ആരെയാണോ കോൾ ചെയ്തത് കോൾഡ് ഫംഗ്ഷൻ എന്ന് പറയും. Let us assume that an error occurs or an exception occur in the called function. Okay, അപ്പോൾ ആ കോൾഡ് ഫംഗ്ഷനിൽ വെച്ചും കൊണ്ട് ഇഫ് ഐ കാൺ റിസോൾവ് ദാറ്റ് പെർട്ടിക്കുലർ എക്സെപ്ഷൻ ഐ വിൽ ഗോ ടു ദി കോളിംഗ് ഫംഗ്ഷൻ. എന്നുവെച്ചാൽ ആ ഫംഗ്ഷൻ ആരോ കോൾ ചെയ്യുന്നത് അങ്ങോട്ട് പോകും. ആൻഡ് ഐ വിൽ ട്രൈ ടു സോൾവ് ഓവർ ദെയർ. അവിടെ വെച്ച് എന്ത് നോക്കും, ഐ വിൽ ട്രൈ ടു റിസോൾവ് ദാറ്റ് പെർട്ടിക്കുലർ എക്സെപ്ഷൻ. ഇഫ് ഇറ്റ് ഈസ് ഓൾസോ നോട്ട് പോസിബിൾ ഐ വിൽ ഗോ ടു ദി മെയിൻ ഫംഗ്ഷൻ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അറ്റ് ദെയർ ഓൾസോ, മെയിനിലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി വിൽ ഗോ ടു എ പ്രീ ഡിഫൈൻഡ് ഔട്ടർ ഹാൻഡിലർ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗെറ്റ് ടെർമിനേറ്റഡ്. So this is another example of exception handling in C++. There is a try-ക്കകത്ത് foo എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുന്നു. ഓക്കെ, മൈ കൺട്രോൾ ഗോസ് ടു ദിസ് ഫൂ ആൻഡ് ആ ഫംഗ്ഷനകത്ത് ഇഫ് സം എക്സെപ്ഷൻ എറൈസ്, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ത്രോസ് ആൻ എക്സെപ്ഷൻ ത്രോ ചെയ്യുന്നു. അപ്പം താണ്ടെ ആ കറക്റ്റ് എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഗോ ടു ദിസ് ക്യാച്ചിലോട്ട് വരും. എന്താണ്, ഇറ്റ് വിൽ പ്രിൻറ്റ് ആൻ oops മെസ്സേജ്. ഓക്കെ, so this is an exception handling example in C++. Now exception handling, exception propagation. In most language, a block of code can have a list of exception handlers. When an exception arises, the handler are examined in order. Control is transferred to the first one that matches the exception. In C++, a handler matches if it names a class from which the exception is derived or if it is a catch-all. ഇത് ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രൈയുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റ് ക്യാൻ ഹാവ് മോർ ദാൻ വൺ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ്. ഒത്തിരി എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് വരാം. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പല ഹാൻഡ്ലേഴ്സിനെ നോക്കും.
നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു ക്യാച്ചിനെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സെപ്ഷൻ ഹാൻഡിലറിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അങ്ങോട്ട് കൺട്രോൾ പോകും. എ ക്യാച്ച് ബ്ലോക്ക് ഈസ് വെയർ യു ഹാൻഡിൽ ദി എക്സെപ്ഷൻ. ലുക്ക് ദിസ് എക്സാമ്പിൾ. ഈ ക്യാച്ച് ബ്ലോക്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എക്സെപ്ഷൻ റൈസ് ചെയ്തു, അപ്പം നമ്മൾ കൺട്രോൾ നേരെ ക്യാച്ചിൽ വരുന്നു. ക്യാച്ചിനകത്ത് എന്താണ് കൊടുത്തേക്കുന്നത് അതായിരിക്കും ചെയ്യുന്നത്. ഇവിടെ ജസ്റ്റ് ഒരു എന്താണ് ഊപ്സ് എന്ന് പറഞ്ഞ മെസ്സേജ് പ്രിൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എ ക്യാച്ച് ബ്ലോക്ക് ഈസ് വെയർ യു ഹാൻഡിൽ ദി എക്സെപ്ഷൻസ്. എല്ലാ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി എവിടെയാണ്, ക്യാച്ച് ബ്ലോക്കിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ദിസ് ബ്ലോക്ക് മസ്റ്റ് ഫോളോ ദി ട്രൈ ബ്ലോക്ക്. ആക്ച്വലി ഈ ക്യാച്ച് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ട്രൈ ചെയ്തതിന് ശേഷമാണ്. ട്രൈ ബ്ലോക്കിനെ ഫോളോ ആണ് ആര് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യുന്നത്. എ സിംഗിൾ ട്രൈ ബ്ലോക്ക് ക്യാൻ ഹാവ് സെവറൽ ക്യാച്ച് ബ്ലോക്ക് അസോസിയേറ്റഡ് വിത്ത്. ഒരു സിംഗിൾ ട്രൈക്ക് തന്നെ മൾട്ടിപ്പിൾ എന്ത് വരാം, ക്യാച്ച് ബ്ലോക്ക്സ് വരാം. നമ്മുടെ ഇപ്പോൾ ട്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എററായിരിക്കും കൊടുക്കുന്നത്. ആ എററുമായിട്ട് ബന്ധപ്പെട്ട് ക്യാച്ച് ഏതാണോ ആ ക്യാച്ച് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്യാച്ചിലോട്ടായിരിക്കും നമ്മുടെ കൺട്രോൾ പോകുന്നത്. യു ക്യാൻ ഹാവ് ക്യാച്ച് ഡിഫറെൻറ്റ് എക്സെപ്ഷൻസ് ഇൻ ഡിഫറെൻറ്റ് ക്യാച്ച് ബ്ലോക്സ്. When an exception occurs in try block, the corresponding catch block that handles that particular exception execute. ഓക്കെ, അപ്പം നമ്മുടെ ട്രൈ ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ എററിനെ ഓവർകം ചെയ്യാൻ പറ്റിയ ക്യാച്ച് ബ്ലോക്ക് ഏതാണെന്ന് വെച്ചാൽ ആ ക്യാച്ച് ബ്ലോക്ക് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത്. ലെറ്റ് us consider try catch in Java. Okay, try, then the statement that may cause an exception വരുത്താൻ പറ്റിയ സ്റ്റേറ്റ്മെൻറ്റ് അത് കൊടുക്കുക, then catch exception type ഈ object. Try catch block example in Java, just syntax മാത്രമാണ്. Try the statement that may cause exception, then exception വന്നു കഴിഞ്ഞാൽ it will control goes to this catch exception type ഈ object. ഓക്കെ, എന്നുവെച്ചാൽ എററിനെ ഹാൻഡിൽ ചെയ്യാം. ഇത് ജസ്റ്റ് സിൻടാക്സ് ആണ്. Now we are going to explain an example. Okay, here it's a class example. This is also exception handling in Java. Public static void main, then int. Here we have declared two numbers num1 num2, then try num1 is equal to 0 and num2 is equal to 62 divided by num1, that is 62 divided by 0. 62 divided by 0 എന്ന് പറയുന്നത് it's a ട്രൈ. അവിടെ എന്ത് വരും, എറർ വരും. ഇനി നമ്പർ ഡിവൈഡഡ് ബൈ 0 അല്ലേ, ട്രൈക്കകത്താണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ദെർ ഒക്കേഴ്സ് ആൻ എറർ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഇവിടെ ഒരൊറ്റ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, നേരെ ഇങ്ങോട്ട് വരും. എന്താണ്, അരിത്തമെറ്റിക് എക്സെപ്ഷനാണ്. അപ്പോൾ ഈ അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഓൾ ദീസ് ആർ എ പാർട്ട് ഓഫ് ദി ക്ലാസ്. ജാവയ്ക്കകത്തുള്ളൊരു എക്സെപ്ഷൻ്റെ എന്താണ്, എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനകത്ത് വരുന്നൊരു പാർട്ടാണ് ഇത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ്, ഇറ്റ് വിൽ പ്രിൻറ്റ് എറർ ഡിവിഷൻ ബൈ 0 ദെൻ ഔട്ട് ഓഫ് ട്രൈ ക്യാച്ച് ബ്ലോക്ക്. ഇത്രയും കാര്യങ്ങൾ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഗോ ബാക്ക് ടു system.out.println. ഓക്കെ, സോ ട്രൈക്കകത്ത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഇസ് num2 is equal to 62 divided by 0 എന്ന് പറയുന്നത് there occurs an എറർ വന്നു കഴിയുമ്പോഴത്തേക്ക് the control will goes to this catch statement and then execute this catch statement. After executing this catch statement, it will go back to the try statement. Okay, this is another error handling. Okay, in the case ട്രൈക്കകത്ത് ഞാൻ കുറേ എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അതിനകത്ത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ, അങ്ങനെ ഒത്തിരി ഓപ്പറേഷൻസ് ഉണ്ട്. ഞാനിവിടെ 3 എന്താണ് എറർ ഹാൻഡ്ലേഴ്സാണ് കൊടുത്തിരുന്നത്. ഫസ്റ്റ് ക്യാച്ച് എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫയലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എറർ വന്നതാണെങ്കിൽ ഈ ക്യാച്ച് എക്സിക്യൂട്ട് ചെയ്യണം. ദെൻ IO റിലേറ്റഡ് എറേഴ്സ് വരികയാണെങ്കിൽ ഈ ക്യാച്ച് എക്സിക്യൂട്ട് ചെയ്യണം. ഇനി ഈ 2 എറേഴ്സും അല്ല സം അതർ എറേഴ്സ് വരികയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു എക്സിക്യൂട്ട് ദിസ് ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ട്രൈക്കകത്ത് വരുന്ന എന്താണ് എററിനെ ബേസ് ചെയ്ത് ഞാൻ 3 എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ട്രൈക്കകത്ത് എൻഡ് ഓഫ് ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എററാണെങ്കിൽ ദിസ് ക്യാച്ചിലോട്ട് പോകുക. IO റിലേറ്റഡ് എററാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ടു ദിസ് ക്യാച്ച്. ഇനി ഈ 2 ടൈപ്പ് ഓഫ് എറേഴ്സ് അല്ല സം അതർ എറേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു ഗോ ടു ദിസ് പാർട്ട്. ഓക്കെ, ദിസ് is another example. ഒരു ട്രൈക്കകത്ത് മറ്റൊരു ട്രൈ വരുന്നു. ഓക്കെ, ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ് 2, ദെൻ അതിനകത്ത് അനദർ ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് 4, ദെൻ അതിനകത്ത് എഗെയിൻ നെക്സ്റ്റ് ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് 5 സ്റ്റേറ്റ്മെൻറ്റ് 6.
ഈ ട്രൈക്കകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ വരികയാണെങ്കിൽ ഇറ്റ് ഗോ ടു ദിസ് ക്യാച്ച്. ഈ ട്രൈക്കകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ വരികയാണെങ്കിൽ ഇറ്റ് ഗോസ് ടു ദിസ് ക്യാച്ച്. ഇനി ഈ മെയിനിലെ ട്രൈക്കകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻസ് വരികയാണെങ്കിൽ ഇറ്റ് ഗോസ് ടു ദിസ് ക്യാച്ച്. ഓക്കെ, ഇതാണ് നെസ്റ്റഡ് ട്രൈ ക്യാച്ച് ബ്ലോക്ക്. ഓക്കെ, ഒരു ട്രൈക്കകത്ത് അടുത്ത ട്രൈ, അതിനകത്ത് അടുത്ത ട്രൈ. ഏറ്റവും ഇന്നർ ട്രൈയുടെ എന്തെങ്കിലും എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ കാണുന്ന ക്യാച്ചിലോട്ടായിരിക്കും പോകുന്നത്, ഏറ്റവും ഇന്നർ. ദെൻ ദിസ് ട്രൈ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഈ ക്യാച്ച്, ഔട്ടർ മോസ്റ്റ് ട്രൈ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഔട്ടർ മോസ്റ്റ് ക്യാച്ച്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിത്തൗട്ട് ത്രോ only try catch. Throw ഇല്ലാതെ try catch. Some languages support this one also. Okay, that is public void my method, then just a method ne call ചെയ്യുന്നു try statement that may throw an exception. Okay, എന്ന് വെച്ചാൽ എക്സെപ്ഷൻ വരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ട്രൈക്കകത്ത് കൊടുത്തു. ദെൻ അരിത്തമെറ്റിക് ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് ആണ് വന്നെങ്കിൽ ഈ ക്യാച്ചിലോട്ട് പ്രൊവൈഡ് ചെയ്യും. ഇനി സം അതർ എക്സെപ്ഷൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ക്യാച്ച് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ആൻ എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളായിട്ട് റിലേറ്റ് ചെയ്താണ്. ആക്ച്വലി നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക, ഈ എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് ക്ലാസ് ഓഫ് ദിസ് IO. IO ഇൻപുട്ട് ഔട്ട്പുട്ട് എറർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഈ ഒരു എക്സെപ്ഷൻ്റെ സബ് ക്ലാസ് ആയിട്ടാണ് എൻഡ് ഓഫ് ഫയൽ വരുന്നതെന്ന് കൺസിഡർ ചെയ്യുക. ബട്ട് നമ്മുടെ ട്രൈക്കകത്ത് ഒരു എൻഡ് ഓഫ് ഫയൽ എറർ വന്നു. എൻഡ് ഓഫ് ഫയൽ എറർ വന്നാൽ ഡയറക്റ്റ്ലി നമ്മൾ ഏത് ക്യാച്ചിലോട്ടാണ് പോകുന്നത്? ആദ്യം കാണുന്നത് തന്നെ എൻഡ് ഓഫ് ഫയലിൻ്റെ ക്യാച്ചില്ലയോ, അതിനകത്തോട്ട് പോകും. ഇനി ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് എറർ വന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ക്യാച്ചിലോട്ടായിരിക്കും പോകുന്നത്. ഇനി ഇതൊന്നുമല്ല വേറെ ഏതെങ്കിലും എറർ വരുന്നെങ്കിൽ നമ്മൾ ഈ രണ്ട് എറേഴ്സ് സ്കിപ്പ് ചെയ്ത് തണ്ട ഈ ഒരു എററിലോട്ടായിരിക്കും നമ്മൾ ആക്ച്വലി പോകുന്നത്. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. Now exception handling, cleanup operation. Okay, in C++, an exception that leaves a scope to call destructor function for any object declared within the scope. Okay, ഇപ്പം നമുക്ക് ഒരു നമ്മൾ എക്സെപ്ഷൻ റൈസ് ചെയ്തു, പക്ഷെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആ ഒരു എററിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഓവർകം ചെയ്യാൻ പറ്റുന്ന നമുക്ക് അവിടെ വെച്ച് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. വി ഹാവ് ടു റിലീസ് ഓൾ ദ റിസോഴ്സസ് ദാറ്റ് വി ഹാവ് അലോക്കേറ്റഡ്. അതിനാണ് തന്നെ ക്ലീനപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഡിസ്ട്രക്റ്റേഴ്സ് ആർ ഓഫൻ യൂസ് ടു ഡീഅലോക്കേറ്റ് ഹീപ്പ് സ്പേസ് ആൻഡ് അതർ റിസോഴ്സസ്. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് ഒരു എക്സെപ്ഷൻ വന്നു കഴിഞ്ഞു, ബട്ട് വി കാൺട്ട് ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എക്സെപ്ഷൻ. അപ്പോൾ ആ ഫയലിൽ നമ്മൾ അതേ കണക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പോകുകയല്ല വേണ്ട. വി ഹാവ് ടു റിലീസ് ഓൾ ദ റിസോഴ്സ് ആൻഡ് വി ഹാവ് ടു ക്ലോസ് ദാറ്റ് particular file, and so that is termed as cleanup operation. So അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഓരോ ലാംഗ്വേജസിലും. സോ ഇൻ കോമൺ ലിസ്പ് ബൈ ആൻ അൺവൈൻഡഡ് പ്രൊട്ടക്റ്റ് എക്സ്പ്രഷൻ, അൺവൈൻഡ് പ്രൊട്ടക്റ്റ് എക്സ്പ്രഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കോമൺ ലിസ്പിൽ ഈ ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇൻ മോഡുലാർ 3, പൈത്തൺ, ജാവ ആൻഡ് C# ബൈ മീൻസ് ഓഫ് ട്രൈ ഫൈനലി, ഒരു ഫൈനലി സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. കോഡ് ഇൻ മോഡുലാർ 3 മൈറ്റ് ലുക്ക് ലൈക്ക് ദിസ്. നമ്മൾ മോഡുലാർ 3 ഒരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. ട്രൈ, ദെൻ മൈ സ്ട്രീം ഈസ് ഈക്വൽ ടു ഓപ്പൺ റീഡ് മൈറ്റ് ഫയൽ, പാഴ്സ് മൈ സ്ട്രീം, ദെൻ ഫൈനലി ക്ലോസ് മൈ സ്ട്രീം. ഓക്കെ, അപ്പം ആക്ച്വലി ചെയ്യുന്നത് തന്നെ ഈ ട്രൈക്കകത്ത് എന്തെങ്കിലും ഒരു എറർ വന്നു എന്ന് വിചാരിക്കുക. ക്യാച്ച് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്യാച്ച് അല്ലെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡിലർ നമ്മൾ റൺ ചെയ്യുക. ഇനി ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ, ഇനിയിപ്പം ആ ക്യാച്ച് വർക്ക് ചെയ്താൽ കൂടിയും അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനലി നമ്മൾ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ റീഡ് വെച്ചിരിക്കുന്ന ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈനലി വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം. ഓക്കെ, ദറ്റ് ഈസ് വി ആർ ക്ലീനിങ് അപ്പ്. അപ്പോൾ ഏത് ട്രൈ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്യാച്ചസ് കൊടുക്കും, ആ ക്യാച്ചസ് എക്സിക്യൂട്ട് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ജനറലി നമ്മളൊരു ഫൈനലി എന്ന് പറയുന്ന ഒരു കോഡ് കൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ആക്ച്വലി അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഡീഅലോക്കേറ്റ് ഹീപ്പ് സ്പേസ് ആൻഡ് അതർ റിസോഴ്സസ്. നമ്മൾ അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസിനെ ഡീഅലോക്കേറ്റ് ചെയ്തണം, അത് കണക്ക് ഹീപ്പിലെ സ്പേസ് ഫ്രീ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സെപ്ഷൻ. If a protected block of code has handlers for several different exceptions, they are implemented as a single handler containing a multi-arm if statement. Okay, എന്ന് വെച്ചാൽ ഒരു ഇഫിനകത്ത് നമ്മൾ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച്
കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. Now we are going to explain exception handling without exceptions. Okay, exceptions can sometimes be simulated in a language that does not provide them as built-in. Okay, so most versions of C provide a pair of library routines entitled set jump and long jump. എന്ന് വെച്ചാൽ ആക്ച്വലി ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ ആയിട്ട് എക്സെപ്ഷൻസ് ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് എന്താ, അല്ലെങ്കിൽ നമ്മളിപ്പം എക്സെപ്ഷൻസ് ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ കൂടിയും വി ക്യാൻ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട്, ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് സി ലാംഗ്വേജ് വി യൂസ് എ പെയർ ഓഫ് ലൈബ്രറി റൂട്ടീൻസ്. രണ്ട് ലൈബ്രറി റൂട്ടീൻസ് യൂസ് ചെയ്യും. ഫസ്റ്റ് വൺ ഇസ് ദ സെറ്റ് ജംപ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ ലോങ് ജംപ്. ആക്ച്വലി എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ ഇനീഷ്യലി സെറ്റ് ജംപ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻസിനെ എന്ത് ചെയ്യും, ആ ഒരു ബഫറിനകത്തോട്ട് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഇറ്റ് വിൽ ചെക്ക് ഔട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം. എപ്പോഴാണോ ആ പ്രോബ്ലം കംപ്ലീറ്റ് സോൾവ് ആയി കഴിയുന്നത്, ലേറ്റർ എന്ത് ചെയ്യും, ഈ നമ്മൾ എന്ത് ചെയ്യും, ഈ എറർ വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ സെറ്റ് ജംപ് വെച്ച് ഈ ഒരു ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ കംപ്ലീറ്റ് എററിനെ റിക്കവർ ചെയ്തു, എല്ലാം ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റീസ്റ്റോർ ബാക്ക് ഓൾ ദി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ കോപ്പി ഓൾ ദി ഇൻഫർമേഷൻസ് ഫ്രം സെറ്റ് ജംപ് ടു ലോങ് ജംപ്. ഓക്കെ, ലോങ് ജമ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാസ് ചെയ്യും ഇൻഫർമേഷൻസ്. എന്തിനു വേണ്ടി, ടു റീസ്റ്റോർ ദി ക്യാപ്ചർഡ് സ്റ്റേറ്റ്. Set jump has an integer return 0, 0 indicating normal return, non-zero indicating return from a long jump. This set jump എന്ന് പറയുന്നത് it's a buffer used to remember current state position and returns 0. Okay, current informations store ചെയ്യാനാണ് set jump. It will use a buffer. Long jump എന്ന് പറഞ്ഞാൽ എന്തിനാ, it will go back to places. തിരിച്ച് സെറ്റ് ജമ്പ് വെച്ച് നമ്മളെല്ലാം കോപ്പി ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ലോങ് ജമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് ജമ്പ് ക്യാൻ ബി യൂസ്ഡ് ലൈക്ക് ട്രൈ ഇൻ ലാംഗ്വേജസ് ലൈക്ക് C++ ആൻഡ് ജാവ. നമ്മുടെ സിയിലെയും C++ ആൻഡ് ജാവയിൽ ട്രൈ പെർഫോം ചെയ്യുന്ന സെയിം ഫങ്ഷനാലിറ്റി തന്നെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സെറ്റ് ജമ്പ് യൂസ് ചെയ്യുന്നത്. അവിടെ ത്രോ സിയിലും C++ലും ജാവയിൽ വാട്ട് ഈസ് ദ ഫങ്ഷനാലിറ്റി ഓഫ് ത്രോ, ഇറ്റ് വിൽ ബി പെർഫോംഡ് ബൈ ലോങ് ജമ്പ് ഇൻ സി. ഓക്കെ, this is just an example. Okay, you may just go through this. Now, exceptions describe error caused by your program and external circumstance. These errors can be caught and handled by program. Okay, so just നമ്മൾ ഇപ്പം എൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ റൈസ് ചെയ്തു. ആക്ച്വലി അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏത് എക്സ്പ്രഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്, എക്സെപ്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ അല്ല, അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്ന് പറയുന്നത് റൺ ടൈം എക്സെപ്ഷനിൽ വരുന്നതാണ്. റൺ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി എക്സെപ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലാണ് വരുന്നതാണ്. അതെന്ന് പറയുന്നത് ആക്ച്വലി ത്രോബിൾ ടൈപ്പിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ഈ ഫിഗർ ജസ്റ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ദെൻ ത്രോബിൾ, ദെൻ എക്സെപ്ഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്, ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, AWT എക്സെപ്ഷൻ, ദെൻ റൺ ടൈം എക്സെപ്ഷൻ, സെവറൽ മോർ ക്ലാസ്സസ്. റൺ ടൈം എക്സെപ്ഷനകത്ത് വരുന്നതാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻ്റ് എക്സെപ്ഷൻ, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ, ഇല്ലീഗൽ ആർഗ്യുമെൻറ്റ് എക്സെപ്ഷൻ, ദെൻ അവിടെയും സെവറൽ അതേഴ്സ്. എറേഴ്സിനകത്ത് വരുന്നതാണ് ലിങ്കേജ് എറർ, then virtual machine error, AWT error. Okay, so that's all about exception. Thank you.